നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തളിപ്പറമ്പിൽ എം.വി. ഗോവിന്ദന്റെ ഭാര്യ പി.കെ. ശ്യാമളയെ തോൽപ്പിക്കാൻ കണ്ണൂർ CPM-ൽ തന്നെയുള്ള ചാവേറുകൾ കളത്തിലിറങ്ങുന്നു. എം.വി. ഗോവിന്ദന്റെ ഭാര്യ എന്നതിലോ ഗോവിന്ദന്റെ തളിപ്പറമ്പിലെ പിൻഗാമി എന്ന നിലയിലോ അല്ല വോട്ടർമാരുടെ കട്ടക്കലിപ്പ്. അഹങ്കാരത്തിന്റെയും കൊടും ക്രൂരതയുടെയും ആൾരൂപമായ ഒരാളെ നിയമസഭയിലേക്ക് ആനയിക്കാൻ തളിപ്പറമ്പിലെ വോട്ടർമാരും സഖാക്കളും താൽപര്യപ്പെടുന്നില്ല. കണ്ണൂർ MDM നവീൻ ബാബു ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അറസ്റ്റിലായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സഖാവ് PP ദിവ്യ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ മുന്നിൽ നിന്നതും ഇതേ ശ്യാമളയാണ്. ഹാരാർപ്പണം ചെയ്ത് ദിവ്യയെ ശ്യാമള സ്വീകരിച്ചാനയിച്ച കാഴ്ച കേരളം ലജ്ജയോടെയാണ് അന്ന് കണ്ടത്. ആ സംഭവത്തെയും CPM സംസ്ഥാന സെക്രട്ടറിയായ ഭർത്താവ് M.V. ഗോവിന്ദൻ യാതൊരു ഉളുപ്പുമില്ലാതെ അന്ന് ന്യായീകരിക്കുകയായിരുന്നു. കണ്ണൂർ CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ തന്നെ ശ്യാമളയെ തളിപ്പറമ്പിൽ മത്സരിക്കുന്നതിൽ എതിർപ്പുണ്ടായപ്പോൾ M.V. ഗോവിന്ദൻ ആ നീക്കത്തെ വെട്ടിനിരത്തിയാണ് ഭാര്യയ്ക്ക് സീറ്റ് ഉറപ്പിച്ചു കൊടുത്തത്. സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ സിറ്റിംഗ് സീറ്റായ തളിപ്പറമ്പിൽ ശ്യാമളയെ പരിഗണിക്കാനുള്ള തീരുമാനം പുറത്തു വന്നതു മുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമാണ്. കുടുംബാധിപത്യം അനുവദിക്കില്ല എന്നും ബീഹാർ അല്ല കേരളമാണ് ഇതെന്നും CPM അണികളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രതികരണങ്ങൾ പുറത്തുവന്നു. നേതാക്കളുമായി ബന്ധമുള്ള സൈബർ പോരാളികൾ രംഗത്തു വന്നതും ശ്രദ്ധേയമായി. 1967 മുതലുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 1970 മാത്രമാണ് ഇവിടെ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ M.V. ഗോവിന്ദൻ 22,689 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് നേടിയത്. എന്നാൽ ഇത്തവണ തളിപ്പറമ്പിൽ 10,000 വോട്ടിന് തോൽക്കുമെന്നും തോൽപ്പിക്കും എന്നുമാണ് സൈബർ പോരാളികളായ സഖാക്കൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിലും മറ്റു പാർട്ടി പ്രവർത്തകർക്കിടയിൽ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരായി പോസ്റ്റുകളും മറ്റും പ്രത്യക്ഷപ്പെടുകയും ഭാര്യയെ മത്സരിപ്പിച്ചേ അടങ്ങൂ എന്ന നിലപാടിലാണ് M.V. ഗോവിന്ദൻ. എന്നാൽ എതിർപ്പുകളെ അവഗണിച്ച് മുന്നോട്ടു പോകാൻ തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം. ആദ്യം തന്നെ മണ്ഡലത്തിൽ വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യമുയർത്തി സീറ്റ് സുരക്ഷിതമാക്കി നിർത്താൻ നേതൃത്വം ശ്രമിച്ചുവെന്നാണ് ആദ്യ വിമർശനം. ഇവിടെ ഉയർന്നു വന്ന പ്രധാന പേര് P.K. ശ്യാമളയുടേതായിരുന്നു. ഇതിനിടെ N. സുകന്യയുടെ പേരും വന്നു. 2 തവണ തളിപ്പറമ്പിനെ പ്രതിനിധാനം ചെയ്ത ജെയിംസ് മാത്യുവിന്റെ ഭാര്യയാണ് മഹിളാ അസോസിയേഷൻ നേതാവ് കൂടിയായ സുകന്യ. എന്നാൽ സുകന്യയെ വെട്ടിനിരത്തിയാണ് ശ്യാമളയ്ക്ക് ഗോവിന്ദൻ തളിപ്പറമ്പ് ഉറപ്പിച്ചു കൊടുത്തത്. തളിപ്പറമ്പിൽ ശ്യാമളയ്ക്ക് പകരം M.V. ജയരാജനെ പരിഗണിച്ചേക്കും എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ നീക്കത്തിനും പ്രസക്തി ഉണ്ടായില്ല. അതേസമയം തളിപ്പറമ്പ് മണ്ഡലത്തിൽ P.K. ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി CPM അണികളും അനുഭാവികളും രംഗത്തെത്തിയ പശ്ചാത്തലത്തിൽ പുനരാലോചനയ്ക്ക് സാധ്യതയുണ്ടെന്ന് സംസാരമുയർന്നു. ശ്യാമളയ്ക്ക് പകരമായി M.V. ജയരാജനെ തളിപ്പറമ്പിൽ പരിഗണിച്ചേക്കും. എന്നാൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദന്റെ നിലപാട് നിർണായകമാണ്. നേതൃത്വം തീരുമാനം തിരുത്തണമെന്നാണ് അണികൾ പരസ്യമായി ആവശ്യപ്പെടുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്ന പരിഗണനയിലാണ് അവർക്ക് സീറ്റ് നൽകിയത് എന്ന ആക്ഷേപവും ഉന്നയിക്കുന്നു. P.K. ശ്യാമളയുടെ ജനകീയതയില്ലായ്മ വിജയസാധ്യതയെ ബാധിക്കുമെന്നും പറയുന്നു. ആന്തൂർ നഗരസഭയിലുണ്ടായ വിവാദങ്ങളും പ്രവാസിയുടെ ആത്മഹത്യയും P.K. ശ്യാമളയുടെ ജയസാധ്യതയെ ബാധിച്ചേക്കുമെന്നും അണികൾ ഭയപ്പെടുന്നു. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുമ്പോൾ ആ വ്യക്തികൾക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയും പാർട്ടി അണികളുമായുള്ള ആത്മബന്ധവുമാണ് ഏറ്റവും പ്രധാനമെന്നും, എന്നാൽ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിർണയം അങ്ങേയറ്റം പുനർവിചിന്തനം അർഹിക്കുന്ന ഒന്നാണെന്നും ഒരു വിഭാഗം സഖാക്കൾ തുറന്നടിക്കുന്നു. ഞാനും അപ്പനും സുഭദ്രാമയും തീരുമാനിക്കും. മക്കത്തായം, മരുമക്കത്തായം, ഭാര്യത്തായം എന്നടക്കമുള്ള പരിഹാസവും സെൽഫ് ഗോൾ ആരോപണവും ഉയർന്ന പശ്ചാത്തലത്തിലാണ് പാർട്ടി പുനരാലോചനയ്ക്ക് ഒരുങ്ങുന്നത്. വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനമെടുക്കും. കേട്ടത് സത്യമെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി പാർട്ടി തളിപ്പറമ്പിൽ തോൽക്കാൻ പോകുന്നുവെന്ന് സൈബറിടങ്ങളിൽ കുറിക്കുന്നവരുണ്ട്. തളിപ്പറമ്പ് പോലുള്ള ഇടതുകോട്ട നിലനിർത്താൻ കൂടുതൽ ജനസമ്മതിയുള്ള നേതാവിനെ പാർട്ടി കണ്ടെത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF-ന് മണ്ഡലത്തിൽ സ്വാധീനം വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന മുന്നറിയിപ്പാണ് പ്രവർത്തകർ നൽകുന്നത്. P.K. ശ്യാമളയ്ക്ക് താഴെത്തട്ടിലുള്ള അണികളുമായോ പൊതുജനങ്ങളുമായോ വേണ്ടത്ര ആത്മബന്ധമില്ലെന്നും അവർ ഒരു ജനകീയ നേതാവല്ലെന്നുമാണ് പ്രധാന വിമർശനം. ജനകീയനായ ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ അത് പാർട്ടിയുടെ ജയസാധ്യതയെ ബാധിക്കുമെന്നും അണികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തളിപ്പറമ്പ് CPM-ന്റെ ശക്തമായ കോട്ടയാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ M.V. ഗോവിന്ദന്റെ ഭൂരിപക്ഷം 22,000 കുറഞ്ഞതും
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ ഈ മണ്ഡലത്തിൽ 8000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയതും വോട്ടിംഗ് രീതിയിൽ മാറ്റം വരുന്നതിന്റെ സൂചനയായി അണികൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത്തരം സാഹചര്യത്തിൽ PK ശ്യാമളയെ പോലൊരു സ്ഥാനാർത്ഥി വരുന്നത് മണ്ഡലം കൈവിട്ടുപോകാൻ കാരണമാകുമെന്നാണ് ഇവരുടെ മുന്നറിയിപ്പ്. ആന്തൂർ വിവാദത്തിന്റെ പേരിൽ നഗരസഭാധ്യക്ഷയായ PK ശ്യാമള രാജിവെക്കേണ്ടതില്ല എന്നായിരുന്നു അന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാട്. ചട്ടങ്ങൾ ലംഘിച്ച് അവിടെ കെട്ടിടം നിർമ്മിച്ചു എന്ന പ്രശ്നമാണ് ഉയർന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയതായാണ് കോടിയേരി വിശദീകരണം പറഞ്ഞത്. താൻ അധ്യക്ഷയുടെ കസേരയിൽ ഉള്ളിടത്തോളം കൺവെൻഷൻ സെന്ററിന് അനുമതി നൽകില്ലെന്ന് PK ശ്യാമള സാജനോട് പറഞ്ഞതായി പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ സാജന്റെ ഭാര്യ വീണ അന്ന് പറഞ്ഞത്. ശ്യാമള ചെയർപേഴ്സണായിരിക്കെയാണ് ആന്തൂരിലെ കൺവെൻഷൻ സെന്ററിന് കെട്ടിട ലൈസൻസ് കൊടുക്കാത്തതിനെ തുടർന്ന് പ്രവാസി വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്തത്. ഇതിൽ ആരോപണ വിധേയയായ ശ്യാമള പാർട്ടിയിലും പുറത്തും ഏറെ ഒറ്റപ്പെട്ടിരുന്നു. ശ്യാമളയ്ക്കെതിരെ കടുത്ത നിലപാടാണ് അന്ന് പല മുതിർന്ന അംഗങ്ങളും കൈക്കൊണ്ടിരുന്നത്. CPM തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയും ശ്യാമളയ്ക്കെതിരെ കടുത്ത വിമർശനം ഉയർത്തിയിരുന്നു. ഇതൊന്നും വകവയ്ക്കാതെയാണ് ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഗോവിന്ദന്റെ പടപ്പുറപ്പാട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.